ഹായ് ഫ്രണ്ട്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫോൺ പേയിൽ നമ്മൾ നടത്തുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഫോൺ പേ ഓപ്പൺ ചെയ്യാം. ഫോൺ പേയുടെ ഹോം പേജിൽ താഴെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഡയറക്റ്റായിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ഇതിനായി ഫോൺ പേയുടെ ഹോം പേജിൽ മുകളിലായി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ ഹെൽപ്പ് ടോപ്പിക്സിന് നേരെയായി കാണുന്ന വ്യൂ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ കാണുന്ന പ്രൊഫൈൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ കാണുന്ന മൈ ഫോൺ പേ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ മൈ ഫോൺ പേ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. മൈ ഫോൺ പേ അക്കൗണ്ട് ഡീറ്റെയിൽസ് പേജിൽ കാണുന്ന ചേഞ്ചിങ് ഓർ ഡിലീറ്റിംഗ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ ലാസ്റ്റായി ക്യാൻ ഐ ഡിലീറ്റ് ഓൾ മൈ പേയ്മെൻറ്റ് ഡീറ്റെയിൽ ഓൺ ഫോൺ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു RBI ഗൈഡ് ലൈൻസ് പ്രകാരം എനി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ അലൗഡ് അല്ല. ഇത് മാത്രമല്ല, നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഫോൺ പേയിൽ ഹൈലി സെക്യൂർഡ് ആണ്. അത് തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യുന്നതല്ല. സോ ഇത് പ്രകാരം ഫോൺ പേയിൽ നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഫോൺ പേയിലെ ക്യാഷ് ട്രാൻസാക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ ഫ്രണ്ട്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോൺ പേയിലെ ക്യാഷ് ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.